ഹാമർ ത്രോക്ക് ഉണ്ട് ഗൈസ്. ഹാമർ ത്രോക്ക് പിടിച്ചിട്ട് കയറിയാലെന്ന് വിചാരിച്ചു വരുക. എന്തായാലും ഇവന്മാർ ഇത്രയും പറഞ്ഞ അങ്ങനെയാണെന്ന് എറിഞ്ഞു കാണിക്കണം. പക്ഷെ എവിടെ എറിയും? ചെറിയ കോമ്പറ്റീഷന് മുമ്പ് എറിയ എന്നെ കിട്ടത്തില്ല. അപ്പൊ എവിടെ എറിയും എന്ന് പറഞ്ഞ് തപ്പി നടന്നപ്പോഴാണ് നമ്മൾ തിരുവനന്തപുരത്ത് തമ്പാനൂരുള്ള ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ഒരു അത്ലറ്റിക് മീറ്റ് നടപ്പുണ്ട്. അങ്ങനെയാണ് ഞാൻ എന്റെ ലൈഫിൽ ഇതുവരെയും കാണാത്ത ഹാമർ ത്രോ എറിയാൻ വേണ്ടിട്ട് ആലപ്പുഴയിൽ നിന്ന് തിരുവനന്തപുരം വരെ ട്രെയിൻ കയറിപ്പോയത്. അങ്ങനെ ഫുഡിന് വലിയ ടേസ്റ്റ് ഇല്ലെങ്കിലും ഞങ്ങൾ 22 പേരുടെ വയറും നിറഞ്ഞ് പിന്നെ പൈസ വലുതായിട്ട് ആവാഞ്ഞുകൊണ്ട് ഞങ്ങൾ മനസ്സിൽ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ എല്ലാവരും ഫുൾ എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ആദ്യമായിട്ടാണ് നമ്മൾ സ്റ്റേഡിയത്തിൽ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ സ്റ്റേഡിയത്തിലെത്തി നമ്മളെല്ലാം രജിസ്റ്ററും ചെയ്ത് ട്രാക്ക് നോക്കിയപ്പോഴത്തേക്ക് ട്രാക്കിൽ കുറച്ചൊക്കെ ഡാമേജ് ഉണ്ട്, ഫുള്ളി കണ്ടീഷൻ അല്ല. പിന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് അവിടെ നിന്ന് ഒരു ബുക്ക് വന്നു. ഇത് ഭയങ്കര അടിപൊളിയാണ്. കാരണം ഇതുവരെ അവിടെ റെക്കോർഡ് ഇട്ട എല്ലാ അത്ലറ്റ്സിന്റെ ഡീറ്റെയിൽസും പേരും എല്ലാം അതിൻ്റെ അകത്തുണ്ട്. അവിടുന്ന് സ്റ്റേയും തപ്പി ഇറങ്ങിയപ്പോഴത്തേക്ക് സ്റ്റേയും ഇല്ല, ഫുള്ള് ഫില്ലാണ്. പിന്നെ ഗേൾസിന് ഓൾറെഡി സെറ്റ് ആയി സ്റ്റേ. അല്ലാസ് നമുക്ക് എല്ലാവർക്കും കൂടി ഒരു സ്റ്റേ കിട്ടിയെങ്കിലും ഫുള്ള് പൊടിയും മൂട്ടുകടിയൊക്കെ ആയതുകൊണ്ട് നമ്മളത് എടുത്തില്ല. അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വൈകിട്ട് കുറച്ച് പേർക്ക് ഇവന്റ് ഉണ്ട്. അങ്ങനെ അവസാനം റൂമൊന്നും കിട്ടാണ്ട് അവനേതൊരു മാമന്റെ കൂടെ വരെ അറിയാൻ മേലാത്ത കയറി പോയിട്ട് വരെ റൂം തപ്പിയിട്ട് ഒരു റൂം കിട്ടുന്നില്ല. പിന്നെ വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നമ്മുടെ പഴയ സ്ഥലത്ത് തന്നെ ഒന്ന് എത്തി. പിന്നെ ഇവിടെ ആകെയുള്ള ഒരു ഗുണമെന്ന് വെച്ചാൽ ഇവിടെ പെർ ഹെഡ് 175 രൂപയേ ഉള്ളൂ ഒരു ദിവസം. പൊങ്ങി നോക്കിയാണ് വേറെ ഇതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടുകാർക്ക് നമ്മളെ കാണും. അങ്ങനെ റൂമിൽ കിടന്ന് കുറച്ചു നേരം ഉറങ്ങിയിട്ട് നമ്മൾ നേരെ സ്റ്റേഡിയത്തിലോട്ട് പോയി. കാരണം നമ്മുടെയാണ് സെക്കൻഡ് ഇവന്റ്. സംഭവം എനിക്ക് ഒരു പിടിയില്ലാത്തതുകൊണ്ട് അത്യാവശ്യം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ പോയി ആദ്യമായിട്ട് സാധനം എടുത്ത് കറക്കിയപ്പോൾ മനസ്സിലായി നമ്മൾ വിചാരിക്കുന്ന പോലെ പോകത്തില്ലെന്ന്. ആദ്യത്തെ എറിയതിന്റെ വലയിലോട്ട് പോയപ്പോൾ അത്യാവശ്യം നല്ലപോലെ ഡിപ്രഷനായി. പിന്നെ രണ്ടാമത്തെ എറി എങ്ങനെയൊക്കെ എറിഞ്ഞപ്പോൾ ക്വാളിഫൈ ആയി. ഈ ഹാമർ ത്രോ എന്റെ കോളേജിലും ഇല്ല, എനിക്ക് അറിയാവുന്ന സ്ഥലത്തൊന്നുമില്ല. അത് സംഭവം എറിഞ്ഞെങ്കിലും നോക്കിയായിരുന്നു എനിക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ അവിടെ നിന്നിട്ട് കാണിക്കായിരുന്നു. അങ്ങനെ ഞാൻ എറിഞ്ഞ ഏറ്റവും ടോപ്പ് പോയത് 13 മീറ്റർ. പക്ഷെ അവിടെ ഫസ്റ്റ് വന്നത് 27 മീറ്ററാ. ഹാമർ ത്രോ കഴിഞ്ഞ് കുറച്ച് ബാഡ് ആയിരുന്നെങ്കിലും പിന്നെ വൈകിട്ട് മാർച്ച് വാസ്റ്റിംഗ് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഒരു ചായ കുടിക്കാൻ പോയി. എനിക്ക് തിരുവനന്തപുരം വരെ വന്നിട്ട് ഇവിടെ സ്റ്റേഡിയത്തിന് പുറത്തുള്ള ഈ ചായയും കടിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട. ഈ ചായക്കടയിൽ ഇരുന്ന് തന്നെ നമുക്ക് സ്റ്റേഡിയം ഫുള്ള് കാണാൻ പറ്റും. ഒരു പറച്ചില്ല, ആക്ഷൻസ് ഓൺലി. ഒരു പറച്ചില്ല, ആക്ഷൻസ് ഉള്ളി. നാളെ അവന്റെ ചാട്ടം കാണാം. എന്നെ പോലെ തന്നെ ആദ്യമായിട്ട് ഹാമർ ത്രോ എറിഞ്ഞ പോലെ തന്നെയാണ് അവൻ നാളെ ആദ്യമായിട്ട് ഹൈ ജമ്പ് ചാടാൻ പോകുന്നത്. എന്താവോ എന്തോ അതടുത്തുള്ള പോയി കാണാം.